കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻറ്റ് ഇടണം. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നല്ല മഴയാണ്, വെളിയിൽ നല്ല മഴയാണ്. പിന്നെ വേറെ എന്താണ് വിശേഷങ്ങളിലായിട്ട് ഇട്ടിരിക്കുന്ന എന്താണ് ഞങ്ങളൊരു വെട്ടം പോലെ. ലൈറ്റിൻ്റെ വെട്ടമാണ് കൂട്ടുകാരെ കേട്ടോ. നമുക്കിന്ന് പഠിത്തമില്ലല്ലോ, ഇന്ന് പഠിത്തമില്ലാത്ത കാരണത്താൽ അപ്പോൾ ചേച്ചി പറഞ്ഞു എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വിളിക്കാം എന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് പഠിത്തമില്ല, ഇങ്ങനെ ജോലിയിലാണ്. ഭയങ്കര മഴ, ഭയങ്കര മഴ, ഭയങ്കര മഴ, ഭയങ്കര മഴ, ഭയങ്കര മഴയാണ്, ഭയങ്കര മഴയാണ്. ഏട്ടൻ രാവിലെ ഏട്ടൻ്റെ പണി ഡ്രസ്സ് എല്ലാം കഴുകിയിട്ടു. നമുക്കിനി ചോറൊക്കെ വെക്കണം. കുറച്ച് ചോറൊക്കെ ഉണ്ട്, എന്നാലും ബാക്കിയൊക്കെ വെക്കണം. കൊള്ളാം, നമ്മുടെ വീടിന് പെയിൻ്റ് അടിച്ചത് ഏട്ടൻ്റെ പണിയാണ് കേട്ടോ. ഇതിൽ വെള്ളം കുറച്ചേ ഉള്ളൂ. എല്ലാം തണുത്തിരിക്കും, നല്ല കത്താൻ മതി. പറഞ്ഞു ചപ്പാത്തി ഉണ്ടാക്കി കൂട്ടുകാരെ. ചപ്പാത്തിയും സാമ്പാറും. സാമ്പാർ ഇടുന്ന ചരുവാണ് കൂട്ടുകാരെ. എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ടേ ഉള്ളൂ അധികം വന്നത്. പിന്നെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തുണി കഴുകുന്ന കല്ലിൻ്റെ താഴെ ഈ പൊത്തിൽ ഒരു എന്ത് മീനാ ചേട്ടാ? ആരകമീനുണ്ട്, വലുതേ, നല്ല വലുതാണ്. അപ്പോൾ അത് നമ്മൾ നനയ്ക്കാനും കുളിക്കാനും ഒക്കെ ഇറങ്ങുമ്പോൾ അതിങ്ങോട്ട് തലയിട്ട് പകുതി ഇത്ര വരെ ഇറങ്ങി വരും. പക്ഷേ പേടിയൊന്നുമില്ല, അങ്ങനെ നിൽക്കും. പക്ഷേ ഏട്ടനും പിള്ളേരും മീൻ പിടിക്കാനായിട്ട് അവർ ഈർക്കലും ഒക്കെ എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്ക് അയാളെ കയറിപ്പോവും. അല്ലാതെ ഞാനോ മോളോ ഒക്കെ ഇവിടെ തുണി കഴുകുകയോ മരുമോളൊക്കെ ഇവിടെ തുണി കഴുകുകയോ കുളിക്കുകയോ ഒക്കെ ചെയ്താൽ പുള്ളിക്ക് ഒരു പ്രശ്നവും ഇല്ല, പുള്ളി അവിടെ തന്നെ നിൽക്കും. പക്ഷേ ചേട്ടനൊക്കെ വരുമ്പോഴത്തേക്ക് അത് ചാടി വലിഞ്ഞു പോകും. അപ്പോഴേ അതുങ്ങൾക്ക് അറിയാൻ തോന്നി ഇവർ പിടിക്കാനെ കൊണ്ടാണ് വരുന്നതെന്ന്. അപ്പോൾ രാവിലെ തൊട്ട് ഇന്നതിന് പിടിക്കാനെ കൊണ്ട് നോക്കി നടക്കും. പക്ഷേ ഇവർ വരുമ്പോഴത്തേക്ക് അതങ്ങ് പോവും, അത് ആ പൊത്തിലോട്ട് കയറിപ്പോവും അങ്ങനെ. പക്ഷെ ഇച്ചിരി വലുതാണ് കേട്ടോ. രാവിലെ തൊട്ടേ ഇവിടെ ചൂണ്ടയിടിയില്ല, ഇവിടെ രണ്ടുപേരും കൂടെ ഏട്ടനും മോനും കൂടെ ചൂണ്ടയിടിയില്ല. കുഞ്ഞു കുഞ്ഞു മീനെ കുറേ കിട്ടുന്നുണ്ട്, അതിനെ പിടിച്ചിട്ട് ഇയാൾക്ക് ഇട്ട് കൊടുക്കുക പിടിക്കാനെ കൊണ്ടുകൊണ്ട് അങ്ങനെ. പക്ഷേ അയാൾ പിടിക്കുന്നില്ല. ലാസ്റ്റ് ഇപ്പോൾ പിടിച്ച് വന്നപ്പോൾ ഒരു ഞണ്ടാണ് അത്രയും നേരം അവിടെ ഇരുന്നുകൊണ്ട് ആ പൊത്തിലിരുന്ന് തിന്നുകൊണ്ടിരുന്നത്. പക്ഷേ പൊത്തിൽ മീനുണ്ട്, ഞാനും അതിനെ കണ്ടത്, ഇന്ന് രാവിലെയും കണ്ടതാണ്, വലിയൊരു മീനുണ്ട്. പക്ഷേ ഏട്ടനിപ്പോൾ പിടിച്ചെടുത്തത് ഒരു ഞണ്ടിനെയാണ്. കിട്ടിയില്ലേ? ചൂണ്ട ഒഴുകി പോവാന്ന്, ഒഴുക്കായതുകൊണ്ട് ചൂണ്ട കുത്തി വെച്ചിട്ട് നിൽക്കുകയാണ്. ഈ ഭാഗത്തൊക്കെ ഒരുവിധം നല്ല മീനുണ്ട് കേട്ടോ, പായലിൻ്റെ അടിയിലൊക്കെ. പക്ഷെ നമ്മൾ കോരാൻ ചെല്ലുമ്പോഴത്തേനും അതുങ്ങളൊക്കെ ഓടിപ്പോവും. ആണ് രസം. എടാ നീ എന്താ നോക്കി പോവാടാ? ചേച്ചേ ഒന്ന് പോക്ക് കണ്ടോ? പമ്മീനെ ഈ ചുള്ളിലെല്ലാം ഒടിച്ച് പറക്കി എടുക്കണം കൂട്ടുകാരെ. ചുള്ളിലെല്ലാം ഒടിച്ച് പറക്കിയെടുത്ത് ഈ കരിലയും കൂടെ തീയിടണം. അന്ന് നമ്മൾ ഇവിടെ ഇത്ര ഇടത്തെ കരിലയൊക്കെയാണ് തീയിട്ടത്. ഈ ചുള്ളിൽ വാരിയിട്ടിട്ട് ഇത്ര ഇടത്തെയാണ് വൃത്തിയാക്കി തീയിട്ടത്.
ഇനിയിപ്പോൾ ഇതും കൂടെ വാരി എടുത്തിട്ട് രാവിലെ ചെയ്യണമെന്ന് വിചാരിച്ച, പക്ഷേ മഴയായിരുന്നു, കുറച്ച് മുമ്പ് മഴ തോരുന്നേ. പിന്നെ നാളെ ഇനി അതെല്ലാം ഒടിച്ച് പറക്കി എടുത്തിട്ട് തീയിടണം. അങ്ങനെ നമ്മുടെ ജനലിൻ്റെ ഇങ്ങനെ ഈ തടിയൊക്കെ വരുന്ന ഭാഗമില്ലേ, അവിടെയൊക്കെ ഇന്ന് പകൽ ഏട്ടന് പെയിൻ്റ് അടിച്ചു. ജനലിൻ്റെ കമ്പിയൊക്കെ ഉണ്ട് ഇനി അടിക്കണം, അതിന് വെള്ള പെയിൻ്റ് ഇല്ല, അപ്പോൾ അതുകൊണ്ട് അതിനടിച്ചില്ല. അതൊക്കെ ഇങ്ങനെ അടിച്ച് നല്ല വൃത്തിയുണ്ടില്ല കൂട്ടുകാരെ. ഈ മനുഷ്യൻ എങ്ങോട്ട് പോയാലും ഞാൻ അതിൻ്റെ പുറകിന് വാലെ കടിച്ചിടണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? ആ കൂണ് പിച്ചിക്കൊണ്ട് പോരത്തില്ലായിരുന്നോ? കൂട്ടുകാരെ, കൂണ് കണ്ടോ? കൂണിൻ്റെ ആളിവിടെ ഇല്ല, കൂണിൻ്റെ ആശാട്ടി അതൊക്കെ കാണും. അവളിവിടെ എല്ലാം വന്ന് നോക്കുന്നതാണ് കൂണ്. നിൽക്കുന്നു കൂട്ടുകാരി. എന്തേ? അതിന് മുട്ടുണ്ട്, അതും പിച്ച് കയറി. ഇനിയിപ്പോൾ നിന്ന രാവിലെ അതൊന്ന് മൂടൊന്ന് അനക്കിയിട്ട് ഊരിയെടുക്കണം. അപ്പം അതിങ്ങനെ ഒന്ന് പറഞ്ഞു. ചേട്ടാ പറഞ്ഞാൽ നിൽക്കുന്നത് ചേട്ടൻ്റെ പുറകിൽ നല്ലത് എൻ്റെ അടുത്ത് കൂടെ പാത്രം എടുത്തുകൊണ്ട് വന്നിരുന്നില്ല. അഴുകി പോയില്ലേ? അവളിവിടെ ഉള്ളപ്പോൾ അന്ന് രാവിലെ വന്ന് നോക്കും. നമ്മുടെ ഭയങ്കര ചീനിക്കാട്ടിൻ്റെ വട ഇവിടെ കണ്ട് കിടപ്പുണ്ട്. നമ്മുടെ മരുമോൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവൾ എന്നും രാവിലെ വന്ന് നോക്കിയേനെ കൂട്ടുകാരെ കേട്ടോ. അപ്പം അവൾക്ക് നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ എവിടെ നിൽക്കുന്ന അടുത്തത് അപ്പുറത്ത് ഓർമ്മയുണ്ട് ചേട്ടാ. നിൽക്കുന്നതിൻ്റെ പുറകിൽ വേരുണ്ട്, ചെറുത് നിൽക്കുന്നു. പിന്നെ നിൽക്കുന്നു. ഇതെങ്ങനെ ഇടും? എനിക്കെൻ്റെ നൈറ്റിയിലോട്ടിടാം. ഇനി ഞാൻ നൈറ്റെടുത്ത് ഞാൻ ഇനി പോയി എടുത്തോണ്ട് വരാനോ? നിൽക്കുക. ഇപ്പോൾ നമ്മുടെ മരുമോക്ക് മൗണ്ട് സിയോൺ ഹോസ്പിറ്റലിൽ ജോലി കിട്ടി. അത് മരുതുംകൂടോട്ട് പോകുന്നിടത്ത് പ്ലാന്റേഷൻ മുക്കുന്നില്ലേ ചേട്ടാ സ്ഥലത്തിൻ്റെ പേര്, അവിടെ ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോകണം. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ അവിടെ കിട്ടിയിട്ടുണ്ട്. മുട്ടാണ്. കൂണ് പറിക്കുവാടാ, കൂണ് പറിക്കാടാ. അപ്പോൾ എന്നിട്ട് അതുകൊണ്ട് അവളിങ്ങനെ രാവിലെ പോകുന്നതുകൊണ്ടാണ് നമുക്ക് ഇതിങ്ങനെ, അല്ലെങ്കിൽ പെണ്ണെന്ന് ഇതിനകത്തൊക്കെ വന്ന് കിടന്ന് നോക്കുന്ന കാണാം കേട്ടോ. അപ്പം ഞാനങ്ങനെ വരത്തില്ല, എനിക്കിഷ്ടമൊക്കെയാണ്. പക്ഷേ അങ്ങനെ വന്ന് നോക്കി പിച്ചിക്കൊണ്ടിരിക്കത്തില്ല. അവളാണെങ്കിൽ എപ്പോഴും കാണാം ഇവിടെ വന്നിടന്ന് കൂണ് നോക്കുന്നത്. എനിക്കാണ് ഇത് മെഴുക്കുവരട്ടിയെക്കാട്ടിലും കറിയെക്കാട്ടിലും കൂടുതലിഷ്ടം ഇതാ, എന്താ ചുട്ട് തിന്നുന്നതാണ്. ദേ നിൽക്കുന്നു പറഞ്ഞാൽ ഒരെണ്ണം പന്നലായി, ഇത് പഴയതായി. ചുട്ട് തിന്നുന്നതാണ് കൂട്ടുകാരെ ഇഷ്ടം. ചുട്ട് തിന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല വൃത്തിയാക്കിയിട്ട് നമ്മൾ ഉപ്പും ഇതിൻ്റെ പകുതി പോയതാ, ഇതൊക്കെ പകുതി പോയതാ കണ്ട. പക്ഷെ നല്ലതാ, എന്തോ പകുതി പോയതായോണ്ടൊരു മടി. അപ്പോൾ ഞാൻ അതിനകത്തിൽ കൂണ് വൃത്തിയാക്കിയിട്ട് പിന്നെ ഒരിച്ചിരി മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ഇഷ്ടമുണ്ടെങ്കിൽ ഒരിച്ചിരി മസാലപ്പൊടിയും കൂടി ഇട്ട്, ചിക്കൻ മസാലയോ ഗരം മസാലയോ അങ്ങനെ എന്തെങ്കിലും ഒരിച്ചിരി ഇട്ട് എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി വാഴയിലക്കകത്താണ് കേട്ടോ, വാഴയിലക്കകത്ത് വെച്ച് അടുപ്പത്ത് വെച്ച് അടുപ്പിനകത്തിൽ കനലിനകത്തിട്ട് ദൈവരണം കണ്ട ചുട്ടെടുക്കണം. കനലിനകത്തിട്ട് തീക്കനലിനകത്തിട്ട് ചുട്ടെടുക്കണം. നല്ല ടേസ്റ്റാണ് കൂട്ടുകാരെ അങ്ങനെ കഴിക്കാൻ കേട്ടോ. ഇരിക്കുന്നു കൈ അങ്ങനെ ഇട്ട് നോക്കാതെ കാട്ടിലൊക്കെ കാണുന്നതൊക്കെ പിച്ച്. അപ്പം അങ്ങനെ കഴിക്കാനാണ് എനിക്ക് കൂടുതലിഷ്ടം, ചുട്ട് കഴിക്കാൻ. പിന്നെ ഞാനങ്ങ് മടിക്കും. ഇപ്പോൾ പിന്നെ നേരത്തേക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ വന്ന് സത്യം പറഞ്ഞാൽ എനിക്കങ്ങ് മടിയായി കൂട്ടുകാരെ.
മടിയെന്ന് പറഞ്ഞാൽ നല്ല മടിയായി കേട്ടോ. എവിടെങ്ങും ഇല്ല, ഇവിടെയൊക്കെ ഉണ്ടാവുന്നതായിരുന്നു. ആ പെണ്ണ് ഇവിടെ എല്ലാം വന്ന് നോക്കുന്നതാണ്. ഇങ്ങനെ നിൽക്കും. അത് ഏട്ടനും കണക്കാ അവളും കണക്കാ. ഇങ്ങനെ ഓരോന്ന് നോക്കാനും പറക്കാനും ഒക്കെ വലിയ ഇഷ്ടമാണ്. ഇല്ല കൂട്ടുകാർ തന്നെ കണ്ടില്ല, ആ തോട്ടത്തിലെ വിറവ് അവിടെ അവർ തോട്ടത്തിൽ വിറവ് വെട്ട് തുടങ്ങിയപ്പോൾ തൊട്ട് ഇവിടെ എനിക്ക് ഏട്ടൻ സമാധാനം തരുന്നില്ല. അപ്പോൾ ഏട്ടന് 2-3 ദിവസം ജോലിയില്ലായിരുന്നു. ആ കാരണത്താൽ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം അവിടെ മരം വെട്ടുന്നു, നീ പോയി ചോദിക്കുന്നു പറഞ്ഞാൽ എന്നോട് അങ്ങ് ബഹളമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊക്കെ സമയമില്ല, എനിക്ക് വയ്യ, അതിന് പുറകെ പോകണം. അപ്പം നമ്മൾ ജോലിയും കഴിഞ്ഞാൽ നമുക്കങ്ങ് മടിയാവും. ദോ അവിടെ തെളിഞ്ഞ് കിടക്കുന്നത് കണ്ടോ, വയലിനപ്പുറത്ത്. അവിടെയാണ് നമ്മൾ വിറവ് പെറുക്കാൻ പോയത്. അപ്പം അതുകൊണ്ട് ഞാനാണെങ്കിൽ അങ്ങ് മടിക്കും. തേങ്ങയാ ഇവിടെ? ദേ കിടക്കുന്നു കൂട്ടുകാരെ, ഇവിടെ തേങ്ങ. എന്തേ താത്ത് കാണിക്കേ. അപ്പോൾ അവൾ കഴിഞ്ഞ ദിവസം കൊണ്ട് ചൊവ്വാഴ്ച തൊട്ട് അവൾ ജോലിക്ക് പോയത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇവിടെ എല്ലാ പെണ്ണിങ്ങനെ നോക്കി നടക്കുന്നതാണ്. പിന്നെ എനിക്ക് വെള്ളിയാഴ്ച അവധി വന്നപ്പോൾ ഞാൻ പിന്നെ പോയി ചോദിച്ചു. വെള്ളിയാഴ്ച ആയിരുന്നു, വ്യാഴാഴ്ചയായിരുന്നു. ഞാൻ പോയി ചോദിച്ചു. അങ്ങനെയാണ് നമുക്ക് വിറവ് അവിടുന്ന് ഒരു പറക്കിക്കോളാൻ പറഞ്ഞാൽ. അത് പറഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ കൂട്ടുകാരെ ആ വിറവ് മൊത്തം ഇവിടെ എത്തിക്കാഞ്ഞ് ഏട്ടനും സമാധാനമില്ല, പെണ്ണിനും സമാധാനമില്ല. ദേണ്ടിന് ചേട്ടൻ നമ്മുടെ മുറ്റത്ത് നിൽക്കുന്നവരെണ്ണം നമ്മുടെ മുറ്റത്ത് നിൽക്കുന്നുണ്ടോ? 2 ഒരു സമാധാനവും ഇല്ല. അതിങ്ങ് എത്തിക്കാഞ്ഞിട്ട് പോയോ, ഒരു സമാധാനമില്ല. എന്നിട്ട് ഞാനാണെങ്കിൽ ഒരു തുണ്ടിലെ വിറവേ ഞാൻ പറക്കിയിട്ടുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം 2-3 തുണ്ടിൽ വേറെയുള്ള ആൾക്കാർ പറക്കിക്കോട്ടെ. അയ്യോ അതിനും ഇവിടെ ഒരു സമാധാനം ഉണ്ടോ? ഇതുങ്ങൾ രണ്ടും കൂടെ അധികം കൊണ്ടിരുന്നത് എന്തോയിനാ. നമുക്ക് ഇഷ്ടം പോലെ വിറവായിട്ടുണ്ട്, ഇഷ്ടം പോലെ. ഇത് ഇരുന്നാലും പന്നലായി പോവും. നമ്മളതിന് മാത്രം അങ്ങ് എരിച്ച് തീർക്കാൻ നമ്മൾ ഹോട്ടലും കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ. നമ്മൾ ഇച്ചിരി ചോറ് വെക്കുന്നു, ഇച്ചിരി കറി വെക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. ഈ പെണ്ണും സമ്മതിക്കത്തില്ല, ഏട്ടനും സമ്മതിക്കത്തില്ല. അവിടെ എല്ലാം നോക്കാനെ കൊണ്ടുണ്ട്. വിറവ് കൊണ്ടുവരാന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പകുതി വിറവ് അവിടെ കിടക്കുന്നു, കൊണ്ടുവന്നിട്ടില്ല. നമ്മുടെ ഇവിടെയൊക്കെ കൂടുണ്ടാവുന്ന കേട്ടോ. അതാ ഞാനിങ്ങനെ നോക്കി വരുന്നു. ഇല്ല, അതിന് മേളിലോട്ടൊക്കെ പോകണം, എനിക്ക് വയ്യ. ദേ കൂട്ടുകാരെ, ഇത് രാവിലെ ഏട്ടനും മോളും കൂടെ വന്ന് ഇതേ പിടിച്ച് അതിനെ അങ്ങ് ചായച്ചിട്ട് അത് തന്നെയല്ല, അതിന് താങ്ങാൻ വയ്യ കമ്പ് കേട്ടോ. ഇതേ കണ്ടോ, ഒരു തണ്ടാണേ, ദേ ഒരു തണ്ട്. ആ തണ്ടിൽ ദേ ഇതിങ്ങനെ ഒട്ടി നിൽക്കുമായിരുന്നു. ഏട്ടനാണ് ഇത് രാവിലെ വന്നിതിങ്ങനെ അടത്തിയത്. കണ്ടോ, 3 പൂവാണ് ഒരു തണ്ടിൽ. കണ്ടോ, ഒരു തണ്ടിൽ 3 പൂ. ഈ തണ്ട് ഇതേ കണ്ടോ, ഇവിടം കൊണ്ട് ഇതിങ്ങനെ ഒട്ടി ഇങ്ങനെ നിൽക്കുമായിരുന്നു. അതിന് രാവിലെ ഏട്ടൻ വന്ന് അവരിങ്ങനെ മത്സരിച്ചതാണ്, ഏട്ടനും മോളും കൂടെ. അപ്പോൾ വേറെ തണ്ടാണെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു അതേടി ഇത് ആ തണ്ടിൽ തന്നെ ഇതിങ്ങനെ വന്നതാ, അതേ ഇങ്ങനെ കണ്ടോ, അതിൽ തന്നെ ഉള്ളതാണെന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. പറഞ്ഞ് അതിനെ ഇങ്ങനെ ആക്കി. ലാസ്റ്റ് ഇപ്പോൾ അതിന് താങ്ങാനൊക്കുന്നില്ല ഭാരം. അങ്ങനെ അതിങ്ങനെ ചാഞ്ഞ് കിടക്കുക. കണ്ടോ, 3 പേരാണ് ഒരു തണ്ടിൽ, 3 പേര്. പിന്നെ ദേ ഒരാൾ. നല്ല രസം, നല്ല കളറില്ലേ പൂവാണ്. ഏട്ടൻ കൂണ് നോക്കി പോയിട്ടുണ്ടേ. പോയി നോക്കിയിട്ട് വരുന്നു. അതേ മോൻ മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാൻ കുറേ വഴുതനങ്ങയൊക്കെ ചെത്തിയാവും മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഇതും കൂടെ വൃത്തിയാക്കി ഇട്ടാൽ അതങ്ങനെ അങ്ങ് നടക്കും. നല്ലതാണ് കൂട്ടുകാർ, ഇത് വറുത്തരച്ച് തീയൽ വെക്കാം. നമ്മൾ ഇറച്ചിക്കറിയൊക്കെ ഒന്ന് വെക്കുന്ന പോലെ തീയൽ വെക്കണം, നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ എനിക്ക് ചുട്ട് തിന്നുന്നത് ഒത്തിരി ഇഷ്ടം. അങ്ങനെ കറി വെക്കട്ടെ. കറി അടുപ്പത്ത് അടയ്ക്കും. തേങ്ങ തിരുമ്മിക്കൊണ്ടിരുന്നപ്പോഴാണ് അവിടെ നിന്ന് എന്നെ വിളിച്ചത് കൂണുണ്ടടി എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ പിന്നെ അതിൻ്റെ പുറകെ പോയി.
കറി എന്തുവായി നോക്കട്ടെ. അതൊരുമാതിരി വെന്ത് ഞാൻ അരക്കട്ടെ. നോക്ക്, തേങ്ങ തിരിഞ്ഞാൽ നിന്നപ്പോൾ എന്നെ വിളിച്ചു. പിന്നെ അങ്ങനെ ഞാൻ അങ്ങോട്ടങ്ങ് പോയി. ആ പൂവിൽ എന്തൊക്കെയോ പണിയാണ് കേട്ടോ. ഇത് കെട്ടി വെക്കുവാന്ന് തോന്നുന്നു, നിൽക്കുന്നില്ല. നമ്മുടെ തക്കാളിക്കറി ഒരുവിധമൊക്കെ റെഡിയായി. അരപ്പൊക്കെ ചേർത്തു. ഇനിയും കടു വറക്കണം. വറക്കാനായിട്ട് എണ്ണ ഒഴിച്ചു, ഉലുവ ഇട്ടു. ഈ നമ്മുടെ ഉലുവ പൊട്ടി അപ്പോൾ കുറച്ച് കടുക് ഇട്ടു. അതിനുശേഷം നമ്മുടെ ചുമന്നുള്ളി, നമ്മുടെ വറ്റൽമുളക് നന്നായിട്ട് ഇളക്കുക. കുറച്ച് മുളക് പൊടി നന്നായിട്ട് ഇളക്കി. അങ്ങനെ കടുവറുത്തു. ഞാൻ നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ തക്കാളിക്കറി റെഡിയായി.